അപ്പോൾ റെഗുലർ സർവീസിന് ഇത്രയൊക്കെയാണ് കോസ്റ്റ് വരുന്നത്. എയർ ഫിൽറ്റർ ഒരു 1500 to 2000 ആ റേഞ്ചിൽ വരും. കണ്ടീഷനുള്ളൊരു വണ്ടി ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് എടുക്കുക. സോ ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക്, ഇത് സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും എടുത്തില്ല. വണ്ടി BMW കൊണ്ടുപോയി ചെക്കപ്പ് ഒന്നും ചെയ്തില്ല. ഞാനൊന്ന് ഓടിച്ച് നോക്കി, ഞാൻ ജസ്റ്റ് എഞ്ചിനൊക്കെ ഒന്ന് പൊക്കി നോക്കി, മൊത്തത്തിലൊന്ന് എല്ലാവർക്കും നോക്കി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഹിഡനായിട്ട് ഉണ്ടായിരുന്ന ഒരു ഇത് സസ്പെൻഷൻ്റെ ആണ്. സെക്കൻഡ്ലി മീറ്റർ ടാമ്പേർഡ് ആയിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഞാൻ നോക്കിയില്ല, പക്ഷേ അത് എല്ലാവരും ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ നിന്നുള്ള ഗുണപാഠം. പിന്നെ എൻജിൻ സൈഡ് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് എടുത്തൊരു 1000 കിലോമീറ്റേഴ്സ് എന്തോ കഴിഞ്ഞിട്ടാണ് വന്നത്. ഒരു വലിയ പണിയല്ല. വണ്ടിയുടെ ഇഞ്ചക്ടറിൻ്റെ ഹെഡിൻ്റെ ഇടയ്ക്ക് ഇൻ്റർഫേസ് ചെയ്യുന്ന ഒരു കോപ്പർ വാഷർ, അത് മാത്രം മാറി മതിയായിരുന്നു. അപ്പോൾ അത് വലിയ കോസ്റ്റ് വന്നില്ല എനിക്ക്. പാർട്സിന് ഇപ്പോൾ ഒരു വാഷർ പോയുള്ളൂ എങ്കിലും 4 വാഷർ ഒന്നിച്ചാണ് ഞാൻ മാറിയത്. ഒരു വാഷറിന് 1000 റുപ്പീസ്. BMW എടുത്തുകൊണ്ടാണ് അത്രയും, ഇല്ലെങ്കിൽ 5 രൂപ പോലും ആവത്തില്ല ആ സാധനത്തിന്. കോപ്പർ വാഷേഴ്സും പിന്നെ അതിൻ്റെ ലേബർ ചാർജ് എല്ലാം കൂടെ എനിക്കൊരു 7000 റുപ്പീസ് എന്തോണായത്, വിച്ച് വാസ് ഓക്കെ. അതിനുശേഷം പിന്നെ എൻജിൻ സൈഡിൽ നിന്ന് വേറെ പ്രോബ്ലംസ് ഒന്നും വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള സസ്പെൻഷനായിരുന്നു. സോ സസ്പെൻഷൻ എഗെയിൻ ഞാൻ വണ്ടി എടുത്തിട്ട് മാറ്റാൻ ഓൾറെഡി പ്ലാൻ ഉള്ളൊരു സാധനമായിരുന്നു. അപ്പോൾ എഗെയിൻ വിവേക് ജിയുടെ വീഡിയോയിൽ പുള്ളി പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ സസ്പെൻഷൻ റിയർ സസ്പെൻഷൻ ഭയങ്കര സോഫ്റ്റാണ്, വണ്ടി ഇങ്ങനെ ആടി നിൽക്കും. അത് ഇന്ത്യൻ സ്പെക്ക് വണ്ടിക്ക് വേണ്ടി അവർ സോഫ്റ്റ്വെയർ ഡാമ്പേഴ്സാണ് ഇന്ത്യക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തത്. അത് കാരണം പറ്റുകയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു കിലീസ് ഹീൽ എന്ന് പറയാനാണെങ്കിൽ അത് ഇതിൻ്റെ സ്റ്റോക്ക് സസ്പെൻഷൻ ആയിരുന്നു. അപ്പോൾ എന്തായാലും വണ്ടി എടുത്ത് കുറച്ചുകൾ കഴിയുമ്പോൾ ഡാമ്പേഴ്സ് പോവും. ഡാമ്പേഴ്സ് ഒന്നും ഫോറെവർ അല്ല, അതെല്ലാം കൺസ്യൂമബിൾസ് ആണ്. ഇത്ര വർഷം ആകുമ്പോൾ ഏത് വണ്ടിയുടെ ആയാലും പോകും. ഓക്കെ, അപ്പോൾ അത് ഡാമേജ്ഡ് ആണെങ്കിൽ മാറ്റുക, ഡാമേജ് അല്ലെങ്കിലും കുറച്ചുകളൊന്നും ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് മാറ്റുക എന്നുള്ള പ്ലാൻ എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. അതിനും കൂടെ ഞാൻ അക്കൗണ്ട് ചെയ്തിട്ടായിരുന്നു ഞാൻ ബഡ്ജറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ എടുത്തപ്പോഴത്തേക്കും ഓക്കെ, ഓൾറെഡി പോയി കിടക്കുകയാണ്, സന്തോഷം. എടുത്ത് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് അപ്ഗ്രേഡ് ചെയ്തത്. ഞാൻ ആദ്യം ടെയിനാണ് നോക്കിയത്. ടെയിൻ നോക്കി കിട്ടുന്നില്ലായിരുന്നു. ബിൽസ്റ്റീൻ നോക്കി. ബിൽസ്റ്റീൻ ഇന്ത്യ അവരെന്ത് പരിപാടി കാണിക്കാൻ പറഞ്ഞു. ഞാനൊരു 7 മാസത്തോളം അവരെ കോൺടാക്ട് ചെയ്യുന്നവർ സ്റ്റോക്കില്ല. B6 എടുക്കാനായിരുന്നേ. അതിന് കുറച്ചുകൂടെ കോസ്റ്റും കുറവായിരുന്നു, കുറച്ചും കൂടെ സ്റ്റിഫറുമായിരുന്നു. അങ്ങനെ ഞാൻ ഓക്കെ എന്നാൽ ടെയിൻ എടുക്കാം, പ്രോ പ്ലസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞ് എനിക്കൊരു കോൾ വന്നു. കോസ്റ്റ് എനിക്ക് ഇൻസ്റ്റലേഷൻ എല്ലാം കൂടെ 1.36 ആണ് ആയത്. അതിൽ കുറച്ച് ബഫർ ബൂട്ട്സും കാര്യങ്ങളെല്ലാം കൂടെ എക്സ്ട്രാ അഡീഷണലി മാറ്റേണ്ടി വന്നു, കാരണം അതെല്ലാം പോയി കിടക്കായിരുന്നു. സ്റ്റിൽ എല്ലാം കൂടെ 1.36 ആണ് ആയത്. പക്ഷേ അതിൽ അവരെനിക്ക് ചെറിയൊരു പണി വന്നു. എൻഡ്യൂറോ പ്രോ ഓൾറെഡി അവൈലബിൾ ആണ്. പ്രോ പ്ലസിന് 5000 റുപ്പീസ് കൂടുതൽ, അത്രേ ഉള്ളൂ. അത്ര ഡിഫറൻസിന് വേണ്ടി ഞാൻ ഒരിക്കലും പ്രോ എടുക്കാൻ നിൽക്കില്ല, പ്രോ പ്ലസിലോട്ട് തന്നെ പോകും. അപ്പോൾ പ്രോ പ്ലസ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് അവരെന്നെ വിളിച്ചത്. അപ്പോൾ ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ട് ഞാൻ കൊച്ചിയിലാണ് പോയത്. അവിടെ എത്തി അവർ ഈ ബോക്സ് പൊളിക്കുമ്പോഴാണ് നോക്കുന്നത്, ഇത് പ്രോ അല്ലേ, പ്രോ പ്ലസ് അല്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, അല്ല ഈ വണ്ടിക്ക് പ്രോ പ്ലസ് ഇപ്പോൾ വരാറില്ല. നമ്മൾ പ്രോ പ്ലസ് ആണെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ വന്നത്. അപ്പോൾ അവർ ഇല്ല, അത് എന്തെങ്കിലും കൺഫ്യൂഷൻ പറ്റുമായിരിക്കും, ഇത് മാത്രമേ ഉള്ളൂ. ബട്ട് എന്തായാലും ഞാൻ പിന്നെ അതിന് അഡ്വാൻസ് കൊടുത്തു. ഓൾറെഡി ഇവിടെ എത്തി. ഇക്കൂടെ വാർക്കി വിടും, കാരണം ഞാൻ പ്രോ പ്ലസിന് വേണ്ടിയിട്ടാണ് വന്നത് എന്നുള്ളത്. ബട്ട് എന്തോ ഓൾറെഡി ഞാൻ കുറേ നാൾ വെയിറ്റിംഗ് ആയിരുന്നു. ആൻഡ് ഇതിൻ്റെ സസ്പെൻഷൻ ഫുള്ളി പോയി കിടക്കായിരുന്നു. ഫ്രണ്ടിലുള്ള 2 ഡാമ്പേഴ്സും കംപ്ലീറ്റ്ലി ഓയിൽ ഇല്ലാത്ത അവസ്ഥയാണ്. ഡാമ്പറാണ്. കുറച്ച് ഓയിലുണ്ട്. വണ്ടി നല്ല ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ആ സമയത്ത് ഓടിക്കാനായിട്ട്. കാരണം ഒരു വൈബ്രേഷൻസും ഒന്നും അറിയില്ല. ആസ് ഇൻ റോഡിലുള്ള ഹൈ സ്പീഡ് പോകുകയാണെങ്കിൽ റോഡിൽ ചെറിയ എൻഡുലേഷൻസ് ഒന്നും അറിയത്തില്ല, ഫുൾ ഫ്ലോട്ട് ചെയ്തിങ്ങനെ പോകും. പക്ഷേ അത് തന്നെയാണ് അതിലെ പ്രശ്നവും. ചില സമയത്ത് വണ്ടി ഫ്ലോട്ട് ചെയ്തിങ്ങ് പോകും. സോ ഇപ്പോൾ റോഡിൽ റംബിൾ സ്ട്രിപ്സ് ഉണ്ടല്ലോ, അതിലൂടെ കയറുമ്പോഴത്തേക്കും ഫ്രണ്ട് വീലെങ്കിൽ ലിഫ്റ്റ് ഓഫ് ആവും. അപ്പോൾ അന്നേരം എനിക്ക് സ്റ്റിയറിങ്ങിൽ സീറോ ഫീഡ്ബാക്ക്, വീല് ഫുള്ളി പൊങ്ങി നിൽക്കുക, 0 ഗ്രിപ്പ്. ഇടയ്ക്കെപ്പോഴും ഒരു ചെറിയൊരു കേവ് ആയിരുന്നു, ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ എന്തോ ഒരു ചെറിയ കേവിൽ റംബിൾ സ്ട്രിപ്സ് ഉണ്ടായിരുന്നു. കർവ് ചെയ്യാൻ തിരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും റംബിൾ സ്ട്രിപ്സ് ആകുമ്പോഴത്തേക്കും വണ്ടി നേരെ പോകുന്നു, കാരണം വീല് കംപ്ലീറ്റ്ലി പൊങ്ങി. വലിയ സ്പീഡൊന്നും ഇല്ലായിരുന്നുകൊണ്ട് ഓക്കെ സേഫായിട്ട് വന്നു. ബട്ട് അന്നേരം എനിക്ക് മനസ്സിലാവും ഓക്കെ നല്ല റിസ്ക് ആണ്, കാരണം ഫ്രണ്ട് 0 ഗ്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഓക്കെ ഇതെങ്കിൽ ഇതെന്നുള്ള രീതിക്ക് ഞാൻ പിന്നെ ഓക്കെ എൻ്റെ ഒരു പ്രോ എടുത്തതാണ്. സോ ദാറ്റ്സ് ഹൗ ഐ ഗോട്ട് ദി സസ്പെൻഷൻ. അത് ഞാൻ വണ്ടി എടുത്തൊരു 1 ഇയർ ഒക്കെ ആയ ശേഷമാണ് ഇൻസ്റ്റാൾ ചെയ്തത്. സോ ഐ ഗോട്ട് ടു എക്സ്പീരിയൻസ് ദി കാർ.
ഫോർ ദാറ്റ് പീരിയഡ് വിത്ത് ദി സ്റ്റോക്ക് സസ്പെൻഷൻ, സ്റ്റോക്ക് മൈനസ് സസ്പെൻഷൻ. റെഗുലർ സർവീസ് മോസ്റ്റ്ലി ഞാൻ ഇതുവരെ സർവീസ് സെൻറ്ററിൽ വണ്ടി കൊണ്ടുപോയിട്ടില്ല. അപ്പാർട്ട് ഫ്രം ഇതിൻ്റെ ഹിസ്റ്ററി എടുക്കാനല്ലാണ്ട് ഞാൻ പോയിട്ടില്ല. ബാക്കിയെല്ലാം പുറത്തുള്ള സർവീസ് സെൻറ്റേഴ്സിലാണ് ചെയ്തിട്ടുള്ളത്. പുറത്തുള്ള FNGs അതിലും കുറച്ച് ഒപ്പീനിയൻസ് ഉണ്ട്. സോ എല്ലാ FNGസും നല്ലതല്ല, ചിലയിടത്ത് നന്നായിട്ട് ചെയ്യും. അപ്പോൾ അത് നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം. കുറച്ചൊക്കെ നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ടേ നമ്മൾ ഈ ഒരു ഇങ്ങനെയുള്ള വണ്ടികൾ എടുക്കാൻ പോവുള്ളൂ എന്നും ഞാൻ പറയും. സോ ഫസ്റ്റ് ഞാൻ പോയൊരു FNGയിൽ അവിടെ നിന്നാണ് ഞാൻ എൻജിൻ്റെ ഒരു വർക്ക് ചെയ്തത്. അവിടെ നിന്ന് തന്നെ ഞാൻ ബ്രേക്സ് ബ്ലീഡ് ചെയ്തു. ബ്രേക്ക് ബ്ലീഡിങ് 2 ഇയേഴ്സ് കൂടുമ്പോൾ ചെയ്യേണ്ടതാണ്, അതുപോലെ തന്നെ ഇത് കാണിക്കും. ബ്രേക്സ് ബ്ലീഡ് ചെയ്തു ആൻഡ് എൻജിൻ്റെ ഇതൊരു വർക്ക് ചെയ്തു. അപ്പോൾ അവരുടെ വർക്ക് എല്ലാം കുഴപ്പമില്ല, ബട്ട് ദെയർ കോസ്റ്റിംഗ് വാസ് നോട്ട് റീസണബിൾ. ചില ചെറിയ ടാസ്കുകൾക്കൊക്കെ വളരെ വലിയൊരു സാധനം അടിച്ചിങ്ങ് തരും. എന്നിട്ട് നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കും അവരിങ്ങനെ അത് ഈ വണ്ടിക്കല്ലേ എന്നുള്ളൊരു അതാണ്. അപ്പോൾ ഈ വണ്ടിക്കല്ലേ എന്നുള്ളൊരു റീസൺ കേൾക്കാനാണെങ്കിൽ എന്നാൽ പിന്നെ സർവീസ് സെൻറ്ററിൽ തന്നെ പോയാൽ പോരെ. സോ ഇത് കേൾക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് പേര് പറയുമെന്ന് എനിക്കറിയാം, ഇത്രയും കൂടി വണ്ടി എടുത്തിട്ട് ആനയെ വാങ്ങിക്കാൻ തോട്ടി വാങ്ങിക്കാൻ കാശില്ലെങ്കിൽ പിന്നെ എന്തിനാ പോയെന്നുള്ളത്. പക്ഷേ അതല്ല, കാരണം അല്ലാതെ ബെറ്ററായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അത് കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഗൗതത്തിൻ്റെ സജഷനിൽ ഞാൻ വേറൊരു FNGയിലോട്ട് പോയി. അച്ചൂസ് ഗരാജ് എന്നാണ് മാപ്സിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. പുള്ളിയുടെ അവിടെ നല്ല സർവീസാണ്. പുള്ളി ഒരു ഇച്ചിരി സ്ലോ ആണ്, ബട്ട് സ്റ്റിൽ വർക്ക് നന്നായിട്ട് ചെയ്യും. പുള്ളി നല്ല നോളജബിൾ ആണ്. കോസ്റ്റും വളരെ റീസണബിൾ ആയിട്ടുള്ള കോസ്റ്റേ വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ കോസ്റ്റ് വൈസ് ലെറ്റ്സ് സേ ഇപ്പോൾ ഒരു ബ്രേക്ക് ബ്ലീഡിങ്ങും പിന്നെ എൻജിൻ്റെ പണി ഞാൻ ഓൾറെഡി സംസാരിച്ചു. ബ്രേക്ക് ബ്ലീഡിങ്ങിനൊന്നും വലിയ ചാർജ് ആയിട്ടില്ല. ഇറ്റ് വാസ് അണ്ടർ 10K. ദെൻ നോർമൽ സർവീസ്, അതിലിപ്പോൾ ഓയിൽ ചേഞ്ച്, എയർ ഫിൽറ്റർ ചേഞ്ച്, ക്യാബിൻ ഫിൽറ്റർ ചേഞ്ച്, ഇത്രയാണ് നോർമൽ സർവീസിൽ വരുന്നത്. പിന്നെ 2 സർവീസ് കൂടുമ്പോഴത്തേക്കും ഓർ 30,000 കിലോമീറ്റേഴ്സ് ആകുമ്പോഴത്തേക്കും ഫ്യൂവൽ ഫിൽറ്ററും ചേഞ്ച് ചെയ്യണം. ഇതിൽ കോസ്റ്റ്ലിയസ്റ്റ് ആയിട്ടുള്ളത് ഫ്യൂവൽ ഫിൽറ്ററാണ്. അതിൻ്റെ ഒരു 4,000 റുപ്പീസോളം വില വരും. മാറ്റാനായിട്ട് ഈസിയാണ്, ജസ്റ്റ് അണ്ടർ ബോഡി കയറി ഒരു 3 പൈപ്പ് മാറ്റി കൊടുത്താൽ മതി. എയർ ഫിൽറ്റേഴ്സും ക്യാബിൻ ഫിൽറ്റേഴ്സും എല്ലാം നമുക്ക് തന്നെ മാറ്റാവുന്നേ ഉള്ളൂ. ഇതിൽ ഞാൻ തന്നെയാണ് മാറ്റാറുള്ളത്. ഓയിൽ ചേഞ്ച് മാത്രം ഇതിൻ്റെ അടിയിൽ കയറാൻ സ്പേസ് ഇല്ലാതെ എൻ്റെ കയ്യിൽ റാമ്പോ അല്ലെങ്കിൽ ജാക്ക് സ്റ്റാൻഡ്സോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ ഓയിൽ ചേഞ്ച് ഞാൻ ചെയ്തിട്ടില്ല. ബട്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. ഓയിൽ ചേഞ്ച് ഞാനിപ്പോൾ ചെയ്യുമ്പോഴേ എനിക്ക് 1500 ലേബർ വരത്തുള്ളൂ. ഓയിലിൻ്റെ കോസ്റ്റ് ഇതിൽ ഞാൻ 5W15 ആണ് ഇതിൽ വേണ്ടതെങ്കിലും 5W20 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഐ തിങ്ക് ഞാനൊന്ന് ക്രോസ് ചെക്കിയിട്ട് പറയാം. ഒരു ഗ്രേഡ് ഹെവിയർ ആയിട്ടുള്ള ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ കുറച്ച് റിസർച്ചസിൽ ഞാൻ കണ്ടത് കുറച്ചുകൂടെ പ്രായമായ എൻജിൻസിലാണെങ്കിൽ കുറച്ചുകൂടെ ക്ലിയറൻസസ് കൂടും. സോ അന്നേരം കുറച്ചുകൂടെ തിക്കറായിട്ടുള്ള ഓയിൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും എന്ന് ഞാൻ കണ്ടു. ഈവൻ പുതിയതായിട്ട് ഇറങ്ങിയ വണ്ടികളിൽ പോലും അവർ തിന്നറായിട്ടുള്ള ഓയിൽസ് യൂസ് ചെയ്ത് പവർ ഫിഗേഴ്സ്, എഫിഷ്യൻസി ഫിഗേഴ്സ് എല്ലാം കുറച്ച് ഹയറായിട്ട് കാണിക്കും. പക്ഷേ അത് കഴിഞ്ഞ് ഫസ്റ്റ് സർവീസ് കഴിയുമ്പോഴത്തേക്കും ദേ സജസ്റ്റ് ആയിട്ട് ഓക്കെ ഹെവിയർ ഓയിൽസ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയും. കാരണം ആ എഞ്ചിന് ഹെവിയർ ഓയിൽ വേണം. എനിവേ, ഗോയിങ് ഔട്ട് ഓഫ് ടോപ്പിക്. സോ ഞാനിതിൽ ഒരു ഗ്രേഡ് ഹെവിയർ ആയിട്ടുള്ള ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതുവരെ ഞാൻ തിന്നർ ഓയിൽസ് യൂസ് ചെയ്തിട്ടില്ല. ബട്ട് ഈ ഓയിൽ യൂസ് ചെയ്തിട്ട് എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. മൈലേജ് ഡീസൻ്റായിട്ട് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ, ഡീസൻ്റായിട്ടെന്ന് ചോദിച്ചാൽ 70 എന്നൊന്നും അല്ല, ഒരു 100-110 ഒക്കെ ആ ഒരു ആവറേജിൽ നമ്മൾ പോവുകയാണെങ്കിൽ 20+ കിട്ടും. ബട്ട് ഞാനൊരിക്കലും അങ്ങനെ പോകാറില്ല. ഒരു തവണ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 100 കിലോമീറ്റർ ഡ്രൈവിൽ ഞാൻ അങ്ങനെ ഹോൾഡ് ചെയ്തു, അന്നേരം 20+ കിട്ടി. ബട്ട് മോസ്റ്റ്ലി ഇപ്പോൾ 130-140s ഒക്കെ കീപ്പ് ചെയ്താണ് പോകുന്നതെങ്കിലും യു ഗെറ്റ് അപ്വേർഡ്സ് ഓഫ് 16 ആൻഡ് എബോവ് എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റും. സിറ്റിക്കകത്ത് പക്ഷേ ഡ്രോപ്പ് ആവും. സിറ്റിക്കകത്തെന്ന് പറഞ്ഞാൽ ഞാൻ മോസ്റ്റ്ലി ബാംഗ്ലൂരാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. ബാംഗ്ലൂർ ഞാൻ അത് എടുക്കാറില്ല. ബാംഗ്ലൂരിലായാലും അപ്പോൾ ട്രിവാൻഡ്രത്തായാലും ഒരു 10 റേഞ്ചിൽ ആസ് ലോ ആസ് 7 പോകാറുണ്ട്. അത്രയ്ക്ക് മോശം ട്രാഫിക്കാണ്. ബട്ട് 7-10 സ്മൂത്തായിട്ട് പോകുന്നതാണെങ്കിൽ 12 ആ ഒരു റേഞ്ചിൽ നമുക്ക് മൈലേജ് കിട്ടും. സോ തിക്കർ ഓയിലായിട്ടും എനിക്ക് ഡീസൻ്റ് ആയിട്ടുള്ള മൈലേജ് കിട്ടുന്നുണ്ട്. യെസ്, അപ്പോൾ ഓയിലിൻ്റെ കോസ്റ്റ് വരുന്നത് ഇതിൽ 5.6 ലിറ്റേഴ്സാണ് വേണ്ടത്. ഓൾമോസ്റ്റ് 6 ലിറ്റേഴ്സാണ് വേണ്ടത്. 4 ലിറ്ററിൻ്റെ 2 ക്യാനാണ് ഞാൻ എപ്പോഴും വാങ്ങിക്കാറ്. അപ്പോൾ 4 ലിറ്ററിൻ്റെ ക്യാൻ എടുക്കുമ്പോഴത്തേക്ക് ഒരു ഹാഫ് ബോട്ടിൽ അവസാനം ബാക്കി വരും. അത് നെക്സ്റ്റ് സർവീസിലേക്ക് എടുക്കാം. സോ ഓൺ ആൻഡ് സോ ഫോർത്ത്. ഓക്കെ,
സോ ഒരു ക്യാനിന് 3000 റുപ്പീസേ കോസ്റ്റ് വരുന്നുള്ളൂ. ഓൺലൈനാണ് ഞാൻ പർച്ചേസ് ചെയ്യാറുള്ളത്. എനിക്ക് ഓൾമോസ്റ്റ് എപ്പോഴും റീസെൻറ്റ് മാനുഫാക്ചറിങ് ഡേറ്റ് തന്നെ കിട്ടും. അങ്ങനെ ഓൾഡ് സ്റ്റോക്ക് കിട്ടിയതൊന്നുമില്ല. അല്ലെങ്കിൽ ഈവൻ ലോക്കൽ ഓയിൽ ഷോപ്സ് ഒന്നും വാങ്ങിക്കാം. ട്രിവാൻഡ്രത്താണെങ്കിൽ ചാലക്കടുത്ത് 2-3 ഷോപ്സ് ഉണ്ട് ഓയിൽ മാർജിൻ ഫീസ്. അവിടെ നല്ല വില കുറവിൽ ഓയിൽ കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് നാട്ടിലായിരുന്നപ്പോൾ അവിടെ നിന്ന് എടുക്കാറുണ്ടായിരുന്നത്. ഇപ്പോൾ ഓൺലൈൻ എടുക്കുന്നു. ഇപ്പോൾ 3000 ആണ് ഓയിലിന് എടുക്കുന്നത്. ഞാൻ മോട്ടോൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ റെഗുലർ സർവീസിന് ഇത്രയൊക്കെയാണ് കോസ്റ്റ് വരുന്നത്. എയർ ഫിൽറ്റർ ഒരു 1500 to 2000 ആ റേഞ്ചിൽ വരും. KNൻ്റെ അല്ലെങ്കിൽ BMCയുടെ ലൈഫ് ലോങ് സാധനങ്ങൾ കിട്ടും. അതിന് 7000 8000 റേഞ്ചിലാണ് ആവുന്നത്. ഞാൻ BMCയുടെ എടുക്കാനിരിക്കുകയായിരുന്നു. ബട്ട് എനിക്ക് ഒന്നുകൂടെ നോക്കണം. 7000 എൻ്റെ ബൈക്കിൽ ഓൾറെഡി BMC ഉള്ള സ്ഥിതിക്ക് ഇറ്റ് മേക്ക് സെൻസ് ഫോർ മീ ടു ഡു ദാറ്റ്. ബിക്കോസ് ഓൾറെഡി എൻ്റെ ക്ലീനിങ് കിറ്റും സാധനങ്ങളെല്ലാം ഉണ്ട്. സോ ഐ ക്യാൻ റീയൂസ് ഇറ്റ്, റീവാഷ് ഇറ്റ്, യൂസ് ബോത്ത് വിത്ത് ദി സെയിം കിറ്റ്. അപ്പോൾ എയർ ഫിൽറ്ററിനകത്തേ വരുന്നത്. ക്യാബിൻ ഫിൽറ്ററും സെയിം പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്, 1500 റേഞ്ചിൽ. ഫ്യൂവൽ ഫിൽറ്റർ മാത്രമാണ് കുറച്ച് കോസ്റ്റ്ലി, 4000 റുപ്പീസ് ആവും. അത് പക്ഷേ ഈ പറഞ്ഞ പോലെ 30,000 കിലോമീറ്ററിൽ മാറ്റിയാൽ മതി. 30,000 കിലോമീറ്റർ മാറ്റിയാൽ മതി. സോ റെഗുലർലി ചെയ്ത് പോകുന്ന വർക്കിനാണെങ്കിൽ ഇത്രയൊക്കെ കോസ്റ്റ് ആവത്തുള്ളൂ. അടുത്ത വരുന്ന കോസ്റ്റ് ബ്രേക്ക് പാഡ്സ് ആണ്. അപ്പോൾ എനിക്ക് എടുത്ത സമയത്ത് വണ്ടിയിൽ അത്യാവശ്യം ബ്രേക്ക് പാഡ്സ് ഉണ്ടായിരുന്നു. ആസ് കംപ്ലീറ്റ്ലി ന്യൂ എന്നല്ല, ലൈഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ മീറ്ററിൽ റീഡിങ് കാണിച്ച് 30,000 കിലോമീറ്റേഴ്സ് ഇനിയും പോകുമെന്നൊക്കെയാണ് അതിൽ കാണിച്ചിരുന്നത്. അത് ആക്യുറേറ്റ് അല്ല, വിൽ കം ടു ദാറ്റ് ലേറ്റർ. ബട്ട് സ്റ്റിൽ എനിക്ക് ബ്രേക്ക് പാഡ്സ് ഞാൻ ഈ അടുത്താണ് മാറ്റിയത്. എനിക്ക് ഈസിലി 20,000 കിലോമീറ്റേഴ്സ് കൂടുതൽ ആ ബ്രേക്ക് പാഡിൽ കിട്ടി, ഫ്രണ്ട് ആൻഡ് ബാക്ക്. പിന്നെ ബ്രേക്ക് റോട്ടേഴ്സ് എനിക്ക് കിട്ടിയ സമയത്ത് ഓൾറെഡി നല്ല വോൺ ഔട്ട് ആയിരുന്നു. പഴയ ബ്രേക്ക് റോട്ടേഴ്സ് കുഴിഞ്ഞിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് 3 സെറ്റ് പാഡെങ്കിലും അതിൽ ഓടിക്കാണമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതുകൊണ്ട് എനിക്ക് റോട്ടേഴ്സ് ഞാൻ ആദ്യമേ മാറേണ്ടി വന്നു. റോട്ടേഴ്സ് മാറിയപ്പോൾ കമ്പനിയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ 52,000 ആണ് ഫുൾ സെറ്റിനാവുന്നത്. ഫ്രണ്ട് ആൻഡ് ബാക്ക് പാർട്സ് കോസ്റ്റിന് മാത്രം 52,000 എന്നാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. പക്ഷേ ഞാൻ ബ്രെംബോയുടെ ഡ്രിൽഡ് റോട്ടേഴ്സാണ് ഫ്രണ്ടിൽ ഇട്ടേക്കുന്നത്, ബ്രെംബോയുടെ ഫ്ലാറ്റ് റോട്ടേഴ്സാണ് ബാക്കിൽ ഇട്ടേക്കുന്നത്. ഇത് രണ്ടും കൂടെ ഫുൾ സെറ്റിന് എനിക്ക് 26,000 ആയിട്ടുള്ളൂ, കറക്റ്റ് പാതി വില. അപ്പോൾ ഇത് സ്റ്റോക്കിനെക്കാളും കുറച്ചുകൂടെ ബെറ്ററാണ്. ഡ്രിൽഡ് ആയതുകൊണ്ട് കുറച്ചുകൂടെ പെട്ടെന്ന് കൂളിംഗ് എല്ലാം കിട്ടും. നേരത്തെ ഉണ്ടായിരുന്നതിൽ ഒന്ന് വോൺ ഔട്ട് ആയതുകൊണ്ടും ദെൻ ഫ്ലാറ്റ് സാധനം ആയതുകൊണ്ടും അത്യാവശ്യം പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഫീഡ് ആവാറുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനൊരു സ്പീഡ് എടുത്ത് പോയിട്ട് ഞാൻ ചവിട്ടിയപ്പോഴത്തേക്കും ഇനിഷ്യലി നല്ല ബൈറ്റ് കിട്ടി. അത് കഴിഞ്ഞ് നൈസായിട്ട് ബൈറ്റിങ് പോയി. ബ്രേക്ക് കുഴിഞ്ഞു പോകുന്നു എന്നല്ല, ബൈറ്റ് പോയിന്റ് സ്റ്റിൽ ദ സെയിം, പക്ഷേ വണ്ടി സ്ലോ ഡൗൺ ആവുന്നില്ല. കാരണം ഡിസ്ക് ഓൾറെഡി ഓവർ ഹീറ്റായി. അപ്പോൾ അങ്ങനെ ഒരു പണി വരെ കിട്ടി. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ പോയി റോട്ടേഴ്സ് മാറിയത്. അപ്പോൾ റോട്ടേഴ്സ് മാറിയ ശേഷം ആ ഇഷ്യൂ പിന്നെ ഒരിക്കൽ പോലും വന്നിട്ടില്ല. ആൻഡ് നല്ല ബ്രേക്ക് ഫീൽ കൂടുകയും ചെയ്തു, നന്നായിട്ട് ബ്രേക്ക് ഇമ്പ്രൂവ് ആയി. ആഫ്റ്റർ ദാറ്റ് ഞാൻ റിയർ പാഡ്സ് മാറി. റിയർ പാഡ്സിനും എനിക്ക് അറൗണ്ട് 5,000 റുപ്പീസ് എന്താണ് ആയത്. ഫ്രണ്ട് പാഡ് ഞാൻ ഈ ഇടയ്ക്ക് മാറി, അതും അറൗണ്ട് 5,000 ഓർ 7,000 റുപ്പീസാണ് ആയത് ഫ്രണ്ട് പാഡ്സിന്. കോസ്റ്റ് ഞാൻ എക്സാക്റ്റ് ആയിട്ട് നോക്കിയിട്ട് ഞാൻ ഇടാം. സോ ആ ഒരു റേഞ്ചിൽ ഞാൻ ഇട്ടത് എല്ലാം ബ്രെംബോ തന്നെയാണ്. ബ്രെംബോവിൻ്റെ പ്രൈം എന്ന് പറയുന്ന സീരീസിൽ വരുന്ന പാഡ്സായിട്ട്. ആൻഡ് ഇപ്പോൾ ബ്രേക്സ് ഇതുവരെ ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുള്ള കാറുകളിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ബ്രേക്സ് ഇതാണ്. സോ ഞാൻ XUV അല്ലെങ്കിൽ ഫോർച്യൂണറൊക്കെ ഡ്രൈവ് ചെയ്യുന്ന, ഫോർച്യൂണറിൽ ആക്ച്വലി ABD എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ബ്രേക്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സാധനത്തിന് ഫീഡ്ബാക്ക് എന്ന് പറയുന്ന സാധനമില്ല. വെറുതെ നമ്മളെടുത്ത് കാല് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നിൽക്കും, അത്രേ ഉള്ളൂ. റെസിസ്റ്റൻസ് പോലും ഇല്ല. ഫുൾ എന്തോ നമ്മളൊരു എയർ നിറച്ച ഒരു കുഷനിൽ പ്രസ് ചെയ്യുന്ന പോലത്തെ ഒരു സാധനമായിരുന്നു. XUVയും ഇൻ സം വേസ് അത് തന്നെയാണ്. എന്ന് വെച്ചാൽ അത് അതിന്ന് റെസിസ്റ്റൻസ് വരുന്നതിന് മുന്നേ വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഒരു മസിൽ മെമ്മറി വെച്ച് നമ്മൾ തട്ടി നിൽക്കണം എന്നുള്ളൊരു ബ്രേക്സാണ് XUVക്ക്. ക്രെറ്റയുടെ ബ്രേക്സ് വെയർ ബെറ്റർ ദാൻ ദിസ്. അതിന് കുറച്ചും കൂടെ ഒരു ഫീലുണ്ട്. പവർ ഇല്ല, ബട്ട് ഫീലുണ്ട്. നമ്മൾ പ്രഷർ കൊടുക്കുന്നതനുസരിച്ചാണ് വണ്ടി നിൽക്കുന്നത്. ബെറ്റർ ദാൻ ദി അതർ 2 എക്സ്പീരിയൻസസ്. അപ്പോൾ ഇതും പിന്നെ ഞാൻ അല്ലാതെ ഓടിച്ചുള്ള പോളോ, അന്ന് ഓടിച്ച റാപ്പിഡ്, വിച്ച് എവർ അതർ കാർസ് ഐ ഹവ് ഡ്രിവൺ സോ ഫാർ, അതിനെല്ലാം അപേക്ഷിച്ച് ഇതിൻ്റെ ബ്രേക്സ് ആണ് എനിക്ക് ഏറ്റവും ഐഡിയലായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ബിക്കോസ് നല്ല ഫീലാണ് ബ്രേക്ക് ഫീൽ.
എപ്പോഴാണോ റെസിസ്റ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോഴേ വണ്ടി സ്ലോ ഡൗൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇതിലൊരു മസിൽ മെമ്മറി പരിപാടിയൊന്നുമില്ല. കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ആ ഒരു ഓക്കെ പാഡ് വന്ന് റോട്ടറിൽ ടച്ച് ചെയ്തു എന്നുള്ള ഫീൽ തന്നെ നമുക്ക് കിട്ടും. എസ്പെഷ്യലി ആഫ്റ്റർ ദി പാഡ്സ്, എസ്പെഷ്യലി ആഫ്റ്റർ ദി റോട്ടർ ചേഞ്ച്. അപ്പോൾ തൊട്ടേ നല്ല കേട്ടിലാണ്. ടു ദ പോയിന്റ് ദാറ്റ് ഇപ്പം ഞാൻ അച്ചൂസ് ഗരാജിൽ പോയപ്പോൾ പുള്ളി തന്നെ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു ഏത് റോഡ് പാഡ്സാണ് ഇട്ടേക്കുന്നത്, ബ്രേക്സ് നല്ല ഷാർപ്പാണ്. അപ്പോൾ പുള്ളി അവിടെ ആക്ച്വലി ഒരുപാട് വണ്ടികൾ വരുന്നതാണ്, ഒരുപാട് വണ്ടികൾ ഓടിക്കുന്നതാണ്. പുള്ളിയും ഓടിച്ച് നോക്കിയിട്ട് ബ്രേക്സ് ഏതാണ് കൊള്ളാം, നല്ല സെറ്റായിട്ടിരിപ്പുണ്ടെന്ന് പറഞ്ഞു. സോ അതിൻ്റെ ബ്രേക്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആൻഡ് ബ്രേക്സ് അടിപൊളി പവറുമാണ്. ഇപ്പോൾ നമ്മൾ ആദ്യമേ ചവിട്ടുമ്പോൾ ഭയങ്കരമായിട്ട് വണ്ടി സ്റ്റോപ്പ് ആവത്തില്ല, പക്ഷേ നമ്മൾ പ്രഷർ കൊടുക്കുന്നതോറും വണ്ടി ഇനി സ്റ്റോപ്പ് ആയിക്കൊണ്ടേയിരിക്കും. സോ കംപ്ലീറ്റ്ലി ഞാൻ ജാമായിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ ഇന്നുവരെ വന്നിട്ടില്ല. കാരണം അത്യാവശ്യം മോഡുലേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ വണ്ടി നന്നായിട്ട് സ്റ്റോപ്പ് ചെയ്യും. സോ ബ്രേക്സാണ് ഞാൻ ആദ്യം ചെയ്ത അപ്ഗ്രേഡ്. കാരണം ഞാൻ ഹയർ സ്പെക്ക് ആണ് ഇട്ടത്. സോ സ്റ്റോക്കിൽ നിന്ന് അപ്പം തന്നെ വണ്ടിക്ക് ഒരു നല്ലൊരു ചേഞ്ച് കിട്ടി. സോ അതാണ് ഒരു സെക്കൻഡ് ഒരു ഇപ്പോൾ വണ്ടി എടുത്തപ്പോൾ എനിക്ക് ഇതിനകത്തുനിന്ന് കുറേ എക്സ്പീരിയൻസസ് കിട്ടി. വണ്ടി ഇങ്ങനെയാണ്, ഓക്കെ ബ്രേക്സ് ഇങ്ങനെയാണ്, സ്റ്റിയറിംഗ് ഫീൽ ഇങ്ങനെയാണ്, എൻജിൻ ഇങ്ങനെയാണ്, ഓക്കെ സസ്പെൻഷൻ ഇങ്ങനെയാണ്, അങ്ങനെ എനിക്ക് ഇതിൻ്റെ ഒരു ഫീല് കാര്യങ്ങളെല്ലാം കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു അപ്ഗ്രേഡ് ചെയ്തപ്പോഴത്തേക്കും വാവ്, ടോട്ടലി വണ്ടിയുടെ ഒരു ക്യാരക്ടർ ഇങ്ങനെ ചേഞ്ച് ആയി, കുറേ കാര്യങ്ങൾ പുതിയതായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ബ്രേക്സ് അപ്ഗ്രേഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് രീതിയിൽ വണ്ടി വീണ്ടും കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഇ സി യു റീമാപ്പ് ചെയ്തു. ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി ആദ്യം ഇ സി യു ആണോ സസ്പെൻഷനാണോ മാറ്റിയെന്ന്, ബട്ട് ഞാനൊന്ന് റീമാപ്പ് ചെയ്തു. വണ്ടി കുറച്ചുകൂടെ നന്നായിട്ട് ഫ്രഷ് ആയിട്ടുള്ളൊരു ഇത് വീണ്ടും വന്നു. വണ്ടി കുറച്ചുകൂടെ നന്നായിട്ട് പുള്ളി ചെയ്യുന്നുണ്ട്. ലോവർ ആർ പി എംസിൽ കുറച്ചുകൂടെ കിക്കുണ്ട്. സെയിം ഹയർ ആർ പി എംസ് വരെ അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ എൻജിൻ ക്യാരക്ടർ കുറച്ചുകൂടെ ഒന്ന് എൻഹാൻസ്ഡ് ആയി.